ഇന്ന് കുട്ടികളെ തോൽക്കാൻ പഠിപ്പിക്കാത്തതാണ് ഈ കാലഘട്ടത്തിൻ്റെ ദോഷം. മാതാപിതാക്കളെ, നിങ്ങളുടെ ദോഷം. എല്ലാവരും ജയിക്കണം, ഒന്നിച്ച് ജയിക്കണം, തോൽവി അറിയാതെ വളരണം. ശരിയല്ല. വിജയത്തിന് വേണ്ടി ഒരു പടിയാണ് തോൽവി. കോട്ടയം മന്ദിര ആശുപത്രിയിലൊരു വാർഡ് തന്നെയുണ്ട് പരീക്ഷ എഴുതാൻ പേടിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി. ഞാൻ അവരെ കാണാൻ ചെല്ലും പറയാൻ, തിരുമേനി അപ്പച്ചാ എനിക്ക് പേടിയാണ്. നീ എന്തിനാ പേടിക്കുന്നത്? നമ്മുടെ നല്ല സർക്കാർ എന്തെല്ലാം നല്ല കാര്യം ചെയ്യുന്നു. മാർച്ചിൽ എഴുതി തോറ്റുപോയാൽ നമുക്ക് സെപ്റ്റംബറിൽ എഴുതാം, സെപ്റ്റംബറിൽ തോറ്റാൽ മാർച്ചിൽ എഴുതാം. നീ ഒരു പ്രാവശ്യം തോറ്റുകൊണ്ട് ഈ ലോകത്തിലൊന്നും സംഭവിക്കത്തില്ല. തോൽവി അറിയാതെ വളരരുത്, തോൽവി അറിഞ്ഞ് വളരണം, ദുഃഖമറിഞ്ഞ് വളരണം. മരണ വീടുകളിൽ പോകാത്ത കുട്ടികളുണ്ട്. എന്നാൽ എനിക്ക് അടുത്ത സമയത്ത് ഞാനൊരു മരണ വീട്ടിലിരിക്കുമ്പോൾ 12 വയസ്സുകാരനൊരു കൊച്ചൻ വന്ന് മൃതദേഹത്തിന് അടുത്ത് വന്ന് കൈകൂപ്പി നിന്നു. മൃതദേഹത്തെ കാണുക, ഞാനും ഇതുപോലെ മരിക്കണമെന്നൊരു ചിന്തയുണ്ടാകുക. അപ്പന്മാർ മരിക്കുമ്പോൾ മുഖം മൂടാൻ അറിയാൻ മേലാത്ത മക്കളുണ്ടെങ്കിലോ? തോൽക്കാൻ കുട്ടികളെ പഠിപ്പിക്കണം. ഗുജറാത്തിലൊരു രക്തവ്യാപാരിയെക്കുറിച്ച് നിങ്ങൾ പത്രത്തിൽ വായിച്ചു കാണുമല്ലോ. അദ്ദേഹത്തിൻ്റെ മകനെ ജീവിതം പഠിപ്പിക്കാൻ ഒരു ചെറിയ തുകയും കൊടുത്ത് കേരളത്തിലേക്ക് അയച്ചിരിക്കുകയാണ്. എറണാകുളത്ത് താമസിച്ച് ദാരിദ്ര്യവും ദുഃഖവും വിഷമവും പണമില്ലായി മനസ്സിലാക്കണം. ഇന്ന് നമ്മുടെ പിള്ളേരെല്ലാം തൊട്ടാൽ പൊട്ടുന്ന കുട്ടികളാണ്. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കാൻ അവർക്കറിയില്ല. കേജിൽ വളരുന്ന മുട്ടക്കോഴികളെ പോലെയാണതെല്ലാം. തൊട്ടാൽ ചുത്തുപോകും. പണ്ടൊക്കെ പോയി ചാകടാ, ഒരു പ്രയാസമില്ല പേരൻസിന് പറയാൻ, പോയി ചാകടാ. ഇന്നോ, അയ്യോ എൻ്റെ ദൈവമേ, കുഞ്ഞെ അങ്ങനെ പറയല്ലേ. ഒന്നും കേൾക്കാനോ മനസ്സിലാക്കാനോ പറ്റാത്ത, പ്രതിസന്ധികൾ അറിയാൻ മേലാതെ ജീവിക്കുന്ന കുട്ടികൾ, എക്സർസൈസ് ഇല്ലാത്ത കുട്ടികൾ, പള്ളിയില്ലാത്ത കുട്ടികൾ, ഒരു കൂദാശ അനുഭവത്തിൽ പങ്കെടുക്കാത്ത കുട്ടികൾ. എന്തിനീ കുട്ടികളെ ഇങ്ങനെ പഠിപ്പിക്കുന്നു? പടി 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 എന്ന് പറഞ്ഞ് 98 മാർക്ക് കിട്ടിയാലും വെർ ഇസ് ദ റെസ്റ്റ് ടു? ഒട്ടുപിടിക്കാത്ത തമ്പുരാൻ്റെ കരുണയെന്ന് വിചാരിച്ചാൽ മതി. കളിക്കാൻ വിടത്തില്ല. ഇങ്ങനെ എന്തിന് കുട്ടികളെ വളർത്തുന്നു? നമ്മളാണ് ഈ കുട്ടികളെ ഇങ്ങനെ ആക്കിയത്. പ്രതിസന്ധികളിൽ ജീവിക്കാൻ കരുത്തുള്ളവരായിരിക്കണം. കന്യകമറിയാം കുരിശിൻ്റെ ചുവട്ടിലാണ് ഈ ഗ്രേസിൻ്റെ ഡെപ്ത് മനസ്സിലാക്കിയത്. കാനാവിലെ കല്യാണ വീട്ടിലും കുരിശിലെ അനുഭവത്തിലും താൻ സംഗ്രഹിച്ചു വന്നിരുന്നതെല്ലാം പുറത്തെടുത്തു. മേരീസ് റെപ്രസെന്റ് ദ ഹോൾ ഹ്യൂമാനിറ്റി എന്ന് പറയും. ലോകത്തിന് വേണ്ടി ഈ രക്ഷകനെ ഏറ്റുവാങ്ങിയതാണ്. വിശ്വാസത്തിൻ്റെ ദൃഢതയിൽ ഉറച്ചു നിൽപ്പാൻ, പിടിച്ചു നിൽപ്പാൻ സാധിച്ചു. വടുതിക്കാറ്റാൽ വീണുപോകാവുന്ന അവസ്ഥകളിലെല്ലാം വിശ്വാസമാണ് മറിയത്തിനെ പിടിച്ചു നിൽപ്പാൻ സഹായിച്ചത്. പൗലോസ് അപ്പോസ്തലനോട് ചേർന്ന് നമുക്ക് പറയാം, ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു, അവൻ എൻ്റെ ഉപനിധി അവസാനത്തോളം കാക്കും. ക്രിസ്തു സ്നേഹത്തിൽ നിന്ന് എന്നെ ആർക്ക് വേർപിരിക്കാൻ കഴിയും? ഇതൊരു പ്രേമമാണ്, ഇതൊരു സ്നേഹമാണ്, ഇതൊരു കൂട്ടായ്മയാണ്, ഇതൊരു യോജിപ്പാണ്. കഷ്ടതയോ നിന്നയോ പട്ടിണിയോ വാളോ ജയിലോ ഒരു ശക്തിക്കും ഇതാണ് വിശ്വാസത്തിൻ്റെ അകക്കാമ്പ്. റിഹേഴ്സൽ ഇല്ലാത്ത ജീവിതമാണ് നമ്മുടേത്. ഇന്നലത്തെ പോലെയല്ല, ഇന്നത്തെ പോലെയല്ല നാളെ. ഒരിക്കലും ഈ ദിവസം ഇനി മടങ്ങി വരത്തില്ല. ആർക്കും അങ്ങനെ ജീവിക്കാനും ഒക്കത്തില്ല. റിഹേഴ്സൽ ഇല്ലാത്ത നാടകമാണ് ഇന്നത്തെ നമ്മുടെ ജീവിതം. ഒരിക്കലും നമുക്ക് ഇന്നത്തെ ദിവസത്തിന് വേണ്ടി ഒരു റിഹേഴ്സൽ എടുക്കാൻ കഴിയത്തില്ല. ഓരോ ദിവസവും ഒരു പുതിയ ജീവിതം. ജീവിതത്തിൽ വടതിക്കാറ്റിൻ്റെ അനുഭവം, തെന്നിക്കാറ്റിൻ്റെ അനുഭവം ഉണ്ടാകും. അതിനെ എങ്ങനെ തരം തിരിച്ചെടുക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ തീവ്രത. ഇപ്രകാരം വടതിക്കാറ്റിൻ്റെ അനുഭവത്തിൽ കടന്നുപോയ 2-3 പേരെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. റാന്നി സ്വദേശി ക്യാപ്റ്റൻ ടി മത്തായി, പട്ടാളക്കാരൻ, സുവിശേഷം പറയാൻ വ്യഗ്രത പൂണ്ട ഒരു നല്ല മനുഷ്യൻ. നമ്മുടെ സന്നദ്ധ സുവിശേഷ സംഘത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായി പ്രവർത്തിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പെൺമക്കൾ ഒരുവൾ ഗ്ലോറി, മിടുക്കി,
സുവിശേഷ സംഘത്തിൽ, യുവജന സംഘത്തിലൊക്കെ നല്ല പ്രവർത്തക. പാട്ട് പാടും, പാട്ടെഴുതും. സ്വപ്നം കണ്ടിരുന്ന പോലെ ഒരു കല്യാണത്തിന് വേണ്ടി അവൾ കൊതിച്ചു. കല്യാണ നിശ്ചയം കഴിഞ്ഞു. അപ്പോൾ പെട്ടെന്നൊരു പരിശോധനയിൽ കണ്ടുമുട്ടി ഇവൾക്ക് ക്യാൻസറാണ്. അപ്പോൾ അവൾ പെന്നും കടലാസും എടുത്തുകൊണ്ട് എഴുതി അവളുടെ ഫെയ്ത്ത്, മരിച്ചു കഴിഞ്ഞാലുള്ള അനുഭവം എന്തായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച്. എന്നിട്ട് അവൾ പാടി, എൻ പ്രിയാ നിൻ പൊൻകരം എന്നെ താങ്ങി നടത്തിടുന്നതാൽ എൻ ജീവിത ഭാരങ്ങളാൽ കേഴണമോ ഈ ഭൂവിൽ, എൻ ജീവിത ഭാരങ്ങളാൽ കേഴണമോ ഈ ഭൂവിൽ, എൻ വേദന മാറിയിടുമേ, എൻ രോഗങ്ങൾ നീങ്ങിടുമേ, അങ്ങേ മാർവിൽ ചാരിടുമ്പോൾ ഞാനെന്തു ഭാഗ്യവാനായി, അങ്ങേ മാർവിൽ ചാരിടുമ്പോൾ ഞാനെന്തു ഭാഗ്യവാനായി. എൻ്റെ തോട്ടത്തിൽ നിന്ന് സുഗന്ധം വീശേണ്ടതിന് 4 ദിക്കിലും സുഗന്ധം പരത്തുവാൻ എന്നിൽ വീശുക. ഹാബെലിനെ പോലെ ഇവൾ വിശ്വാസത്തിൽ ഇന്നും സംസാരിക്കുന്നു. എത്ര ആളുകൾക്കാണ് ഈ പാട്ട് ആശ്വാസം പകരുന്നത്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ വെല്ലൂർ ആശുപത്രിയിലെ ഒരു ചാപ്ലിനായിരുന്നു. ശുശ്രൂഷ കഴിഞ്ഞ് പുറത്ത് വന്നപ്പോൾ 19 വയസ്സുകാരി ഒരു സുന്ദരിയായ പെൺകുട്ടി എൻ്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, എൻ്റെ പേര് അഞ്ജലി, ക്യാൻസർ ചികിത്സയ്ക്ക് വന്നതാണ്. അതിനടുത്ത് തന്നെ ഒരു ഡോക്ടർ എൻ്റെ കൂടെ പഠിച്ചതാണ്, സരസു എലിയാസ്. 2 പേരും ക്യാൻസർ ട്രീറ്റ്മെൻറ്റാണ്. പ്രാർത്ഥിക്കണം. എന്ത് പ്രാർത്ഥിക്കും? എങ്ങനെ പ്രാർത്ഥിക്കും? എങ്ങനെ ഇവരെ ആശ്വസിപ്പിക്കും? എനിക്ക് വളരെ ടെൻസ്ഡായിരുന്നു. എന്ത് പ്രാർത്ഥിക്കും? നല്ല സ്വപ്നം കാണുന്ന ഒരു കാലത്ത് മരണം മുമ്പിൽ നിന്ന് നിൽക്കുന്ന 2 പേര്. ഞാൻ അവരെ വടതിക്കാറ്റും തെന്നിക്കാറ്റും പറഞ്ഞ് ആശ്വസിപ്പിച്ചു. മരിച്ചു പോകുമെന്നുള്ള വിശ്വാസത്തിൽ അവരെ പറഞ്ഞു. മരണത്തിനപ്പുറമായിട്ടൊരു ജീവിതമുണ്ടെന്ന് അവരെ പഠിപ്പിച്ചു. കാനാവിലെ കല്യാണ വീട് പോലെയാണ്. സമൃദ്ധിയുടെ നടുവിൽ ഒരില്ലായ്മ. അവർക്ക് വീഞ്ഞില്ല മകനെ, വീഞ്ഞ് തീർന്നു പോയി. സമൂഹ മധ്യത്തിൽ അപഹാസ്യരാകുന്നൊരു അനുഭവം പോലെ, ഒരു മരണ വീട് പോലെ അവർക്ക് വീഞ്ഞില്ല. മറ്റൊരാളാണ് ഡോക്ടർ ശോശാമ്മ ഫിലിപ്പ്, അലക്സാണ്ടർ മാർത്തോമ തിരുമേനിയുടെ സഹോദരി, നിസ്വാർത്ഥ സേവനി, സിഹോറായുടെ ജീവൻ, ഗ്രാമത്തിൻ്റെ ഹൃദയം തൊട്ടറിഞ്ഞൊരമ്മ, ഒരിക്കലും പ്രസവിക്കാത്തൊരു സ്ത്രീ. അവരെല്ലാവരും അവരെ അമ്മയായി കണക്കാക്കി. വലിയ തിരുമേനി എല്ലാ വർഷവും സിഹറായി പോകും. സിഹറായി പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് ഈ സഹോദരിയെ കൊടുക്കുകയാണ്. ആ വീട്ടിലെ മൂത്ത സന്തതിയായിരുന്ന തിരുമേനി, ബാക്കിയെല്ലാം സഹോദരിമാരാണ്. ഒരപ്പൻ്റെ സ്ഥാനത്ത് നിന്നാണ് തിരുമേനി സഹോദരിമാരെ കണ്ടത്. ഈ ശോശാമ്മ കൊച്ചമ്മ കല്യാണപ്രായമായപ്പോൾ നല്ലൊരു വിവാഹം കോട്ടയത്തെ പാലത്തിങ്കൽ മിസ്റ്റർ ഫിലിപ്പ്. 3 മാസം കഴിഞ്ഞപ്പോൾ ഫിലിപ്പ് മരിച്ചുപോയി. ജീവിതം വീണു പോകുന്ന ഒരവസ്ഥ. കൊച്ചമ്മ മെഡിസിന് പഠിച്ചു. എന്ത് ചെയ്യണം? ഗ്രാമങ്ങളിലേക്ക് പോകുക. ജീവിതം തീർക്കാനുള്ളതല്ല, തുടരാൻ വേണ്ടിയുള്ളതാണ്. എത്രയോ ആളുകൾക്ക് അഭയം കൊടുക്കാൻ കഴിയും ഒരു ജീവിതം കൊണ്ട്. പഠിച്ചു. സമൂഹത്തിന് മുഴുവൻ അമ്മയായി അവൾ ജീവിച്ചു. മാർത്തോമാ സഭ മാനവ സേവാ അവാർഡ് കൊടുത്ത് കൊച്ചമ്മയെ അനുമോദിച്ചു. കേരളത്തിൽ ക്രിസ്ത്യാനികൾ ഒരു പീഡയും സഹിക്കാതെ വളർന്നവരാണ്. വിശ്വാസം കാത്തുകൊള്ളുവാൻ നല്ല
അനുഗ്രഹീതമായ ഒരു മണ്ണാക്കി ദൈവം കേരളത്തെയും ഇന്ത്യയും നമുക്ക് തന്നു. നമുക്ക് ഈ രാജ്യത്തോട് നന്ദി ഉണ്ടായിരിക്കണം. രാജാക്കന്മാരും ഭരണാധികാരികളും നമ്മളെ പുകഴ്ത്തിയിട്ടുണ്ട്. വിശാഖം തിരുനാൾ മഹാരാജാവ് പറഞ്ഞു, സുറിയാനിക്കാർ ക്രിസ്ത്യാനികളെ പോലെ ഈ രാജ്യത്തോട് കൂറുള്ളവരെ കണ്ടുകിട്ടാൻ പ്രയാസം. എന്നാൽ ആദ്യ നൂറ്റാണ്ടുകൾ അങ്ങനെ ആയിരുന്നില്ല. എല്ലായിടത്തും ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെട്ടു. ജസ്റ്റിൻ എന്ന് പറയുന്ന ഒരു വിശുദ്ധനെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്നുണ്ട്. ജസ്റ്റിൻ, ആ വിശുദ്ധൻ്റെ തൊലി ചെത്തിയാണ് എടുക്കുന്നത്. ചെത്തിക്കൊണ്ടിരിക്കുമ്പോഴും ക്രിസ്തു വിശ്വാസത്തിൽ തള്ളിപ്പറയാൻ പറയുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ആരകൻ എന്നൊരു മത്സ്യമുണ്ട്. നല്ല നീളമുള്ളവനാണ്, പാമ്പ് പോലെ ഇരിക്കും. ആരകൻ്റെ തൊലി ചെത്താൻ അമ്മമാർ നല്ല പച്ച ഈർക്കിലി ഈ തൊലിക്കകത്തോട്ട് കയറ്റി പിച്ചാത്തി അതിൻ്റെ അടിയിൽ വെച്ച് ചെത്തി എളുപ്പം തൊലി വിരിക്കാൻ. ഇതേ മാർഗമാണ് ഈ വിശുദ്ധൻ്റെ തൊലി വിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ക്രിസ്തുവിനെ ഉപേക്ഷിച്ചൂടെ? എന്നാൽ ജസ്റ്റിൻ്റെ മുഖം, ഈ ജസ്റ്റിൻ പിതാവിൻ്റെ മുഖം തേജസ്സുള്ളതായി കണ്ടു. സ്തേഫാനോസിനെ കല്ലെറിയുമ്പോൾ അവൻ്റെ മുഖം ശോഭിച്ചതുപോലെയായിരുന്നു ഈ വിശുദ്ധനായ പിതാവിൻ്റെ മുഖം. അക്ഷോഭ്യനായി അദ്ദേഹം അത് സഹായിക്കുന്നു. കൊടിയ കാറ്റ് ദേഹത്തടിക്കുമ്പോൾ വീണുപോകാതെ സുഗന്ധം പരത്തേണ്ടതിന് ഇന്നും തലമുറകളിലേക്ക് അത് സന്നിവേശിച്ചു കൊണ്ടിരിക്കുന്നു. ലോകം നമുക്ക് ചുറ്റും നിന്ന് നമ്മെ നോക്കുകയാണ്. നാം പറയുന്നതൊക്കെ ശരിയാണോ? ഞായറാഴ്ച ക്രിസ്ത്യാനികളെ തിങ്കളാഴ്ച നിങ്ങൾ അതുപോലെയാണോ? വിശ്വാസികൾ തങ്ങൾക്ക് നേരിടുന്ന ദുര്യോഗങ്ങൾ എന്ന് പറയുന്നതിനെ എങ്ങനെ സ്വീകരിക്കുന്നു? സുഗന്ധം വീശേണ്ടതിനെ അത് എന്നിലേക്ക് അടിക്കുക. ഇന്നും ഇറാഖിലും തുർക്കിയിലും വീടിൻ്റെ മുമ്പിൽ കതക് തുറക്കുമ്പോൾ പൊട്ടാവുന്ന പോലെ ബോംബ് തുറന്നു വെച്ചിട്ട് ആളുകൾ ഓടിക്കളയും. എന്നിട്ട് കതകിൽ മുട്ടും. ക്രിസ്ത്യാനി കതക് തുറക്കുമ്പോൾ കൂടോടെ വീടോടെ ചത്ത് ചാമ്പലായി പൊടിയും. വംശനാശം എന്ന് പറയുന്നത് വേരോടെ പിഴുത് കറയുന്ന അതേ അനുഭവത്തിലാണ്. നമുക്കിതേതുമില്ലയോ? നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. മധ്യസ്ഥ പ്രാർത്ഥന ഭരണവാസിന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇങ്ങനെ ചുരുങ്ങി പ്രാർത്ഥിക്കുന്നത് തെറ്റിലല്ല. നമുക്ക് അതിൻ്റെ അധരജൽപ്പനമാണോ അതോ ഹൃദയത്തിൽ നിന്നാണ് ഇത് പൊങ്ങുന്നത്? ഫാദർ ടോം ഉഴുന്നാലിൽ എത്രയോ നാളുകളായി തടങ്കലിലാണ്. കട്ടുകൊണ്ടുപോയതാണ്, തട്ടിക്കൊണ്ടുപോയതാണ്. ഇത് നമ്മുടെ ശരീരത്തെയോ ദേഹത്തെയോ കൊള്ളാറുണ്ടോ? നമുക്കിത് തീവ്രമായ ഒരു മല്ലായി ദൈവത്തോട് പിടിക്കാൻ നമ്മൾക്ക് വേദനയുണ്ടോ? ദുഷ്ടത ലോകത്തിൽ വർദ്ധിക്കുന്നു. ഹൃദയം മുറിഞ്ഞ് പ്രാർത്ഥിക്കണം. ജീവിതത്തിൽ മരുഭൂമിയുടെ കാറ്റടിക്കുമ്പോൾ വീണുപോകാതെ നിൽക്കുമ്പോൾ മന്ദമാരുതൻ തട്ടി സുഗന്ധം വീശേണ്ടതിന് നിന്റെ മേൽ വീശും. എല്ലാറ്റിനും പരിഹാരം ആത്മഹത്യ എന്ന് ചിന്തിക്കുന്നവർ ഈ കൂട്ടത്തിൽ ഉണ്ടാകുമോ? ഉണ്ടാകരുതെന്നാണ് എൻ്റെ ആഗ്രഹം. ഉണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തണം. ജീവൻ ദൈവത്തിൻ്റെ ദാനം, അത് നശിപ്പിക്കരുതേ. നിങ്ങൾക്ക് വേണ്ടി തന്നതല്ല ജീവിതം, ദൈവത്തിന് വേണ്ടി ദൈവം സൃഷ്ടിച്ചതാണ് നമ്മെ. ആരും സ്നേഹിക്കാനില്ലാത്തതുകൊണ്ട് ഞാനങ്ങ് ചാകുന്നു എന്ന് പറഞ്ഞാൽ ശരിയല്ല. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. യേശു നമ്മുടെ നല്ല സ്നേഹിതൻ, അവൻ മാത്രം. കം ടു ജീസസ്. ഓർക്കുക, ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പ്ലാനുണ്ട്. ദൈവം ഒരു മനുഷ്യനും വേറൊരുവിനെ പോലെ അല്ല. ഒരു സീബ്ര പോലെ വരയുള്ള വേറൊരു സീബ്ര ഇല്ല. എൻ്റെ തള്ളവരൻ്റെ തമ്പ് പോലെ ലോകത്തിൽ ഒരു മനുഷ്യനില്ല. എന്നെപ്പോലെ ദൈവം ഒരുത്തിനെയും സൃഷ്ടിച്ചില്ല. ഞാൻ മാത്രം. നിങ്ങളും അങ്ങനെ തന്നെ. ദൈവത്തിന് നിങ്ങളെ താല്പര്യമുണ്ട്. നിൻ്റെ ജീവിതത്തിൽ തെന്നിക്കാറ്റും ഉഷ്ണക്കാറ്റും അടിക്കുമ്പോൾ പിടിച്ചു നിൽപ്പാനുള്ള കരുത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. ഇത് രണ്ടും ഒരേ സമയത്ത് അടിച്ച ഒരു മനുഷ്യനെ ദൈവം നമുക്ക് കാണിച്ചു തരുന്നു. യോബ്. എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന് സെൻറ്റ് ജോബ് എന്ന് പറയാത്തതെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അത്രമാത്രം വിശുദ്ധനാവാം. വേദപുസ്തകം പറയുന്നു, ഇയ്യോബ് നിഷ്കളങ്കൻ, നേരുള്ളവൻ,
ദൈവഭക്തൻ, ദോഷം വിട്ടകന്നവൻ, 10 മക്കളുടെ അപ്പൻ, 7 ആൺകുട്ടികളും 3 പെൺകുട്ടികളും, 7000 ആട്, 3000 ഒട്ടകം, 1000 കാള, 500 കഴുത. സമ്പന്നൻ, പുത്രസമ്പത്തിലും ധനത്തിലും സമ്പന്നൻ. സാത്താൻ ദൈവത്തോട് പറയുന്നു, ഇതാണ് ദൈവമേ നിന്നോട് എനിക്ക് പറയാനുള്ളത്. ധനവും സൗകര്യവും ആരോഗ്യവും ആയുസ്സും ഉള്ളപ്പോൾ എല്ലാവരും ദൈവത്തെ കുമ്പിടും, സ്തോത്രം 100 പ്രാവശ്യം പറയും. മാത്യൂസ് തിരുമേനി പറയാറുണ്ട്, നീ ഒരു സ്തോത്രം പറയുമ്പോൾ 10 പൈസ വെക്കാൻ പറ്റുമോ? ഓരോ സ്തോത്രത്തിനും വിലയുള്ളതാണ്. യഥാർത്ഥ ഭക്തി എന്താണെന്ന് കാണിക്കാൻ വേണ്ടി ദൈവം ഒരുക്കിയൊരു മനുഷ്യനാണ് ഇയ്യോബ്. സാധാരണക്കാരനെ പോലെ ഇയ്യോബും കരഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ചു, അയ്യോ, ഞാൻ ജനിച്ച ദിവസവും ഒരാണുണ്ടായി എന്ന് പറഞ്ഞ് രാത്രി നശിച്ചു പോകട്ടെ. ഞാൻ ഗർഭപാത്രത്തിൽ വെച്ച് എന്തുകൊണ്ട് മരിക്കാതിരുന്നു? അയ്യോ, എൻ്റെ വ്യസനമൊന്ന് തൂക്കി നോക്കിയിരുന്നെങ്കിൽ. സാമ്പത്തിക തകർച്ച ഇന്നും നമ്മെ ബാധിക്കാറില്ലേ? ആരോഗ്യ ശോഷണം, ഭാര്യയുടെ തള്ളിപ്പറച്ചിൽ, കൂട്ടുകാരുടെ പരിഹാസം. സഭ മാറിയാൽ ഇതെല്ലാം തിരികെ കിട്ടുമെന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. ഓരോന്നും ഞാൻ കണ്ടവരാണ്. സാമ്പത്തിക തകർച്ച വന്ന് ഈ സഭ വിട്ടുപോയവരുണ്ട്. ആരോഗ്യം ശോഷിച്ചപ്പോൾ സഭ വിട്ടുപോയാൽ ശരിയാകുമെന്ന് പറഞ്ഞവരുണ്ട്, കബളിപ്പിച്ചവരുണ്ട്. നമ്മുടെ സഭയിൽ ഒരു ബസ്ക്യാമ മരിച്ച മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ സഹോദരന്മാർ വന്ന് പറഞ്ഞു, സ്നാനപ്പെട്ടാൽ മതി, ഇത് ശരിയാകും. ആ കൊച്ചൻ പറഞ്ഞു, എനിക്ക് ജീവിക്കണ്ട, എൻ്റെ സഭയെയും വിശ്വാസത്തെ ഞാൻ തള്ളി പറയത്തില്ല, ഞാൻ മരിക്കട്ടെ സഹോദരന്മാരെ, ഞാൻ മരിക്കട്ടെ, ഈ വിശ്വാസത്തിൽ ഞാൻ മരിക്കട്ടെ. ലഗ്യോനിൽ നിന്ന് പുറത്തിറങ്ങിയ ഭൂതങ്ങൾ ദൈവത്തോട് ഒരു റിക്വസ്റ്റ് ചോദിച്ചു, യേശുവേ, പുറത്തൊക്കെ ഇട്ട് നന്നായി, എന്നാൽ ഞങ്ങൾ ഈ അടുത്തുള്ള ഞങ്ങളുടെ കൂട്ടുകാരുടെ അടുത്തോട്ട് പോട്ടെ, പന്നികളുടെ അടുത്തേക്ക് പോകട്ടെ. പന്നികളിൽ കയറിയ ഭൂതങ്ങളെല്ലാം കൂടെ ഓട്ടം ഓടി. അപ്പോൾ ഒരു പന്നി കൂടെ ഓടുന്നവനോട് ചോദിച്ചു, എവിടേക്കാണ് പോകുന്നത്? അപ്പം കൂട്ടുപന്നി പറഞ്ഞു, ഷട്ടോ, ചോദ്യം ചോദിക്കാനുള്ള സമയമല്ലത്, ഓടുക. ഇങ്ങനെ ഈ സഭയെ കൊണ്ടുപോയ ഒത്തിരി സ്ത്രീകളുണ്ട്. ഭർത്താക്കന്മാരെ പുറകിലിട്ടിട്ട് ഓടിയവരുണ്ട്, മക്കളെ പുറകിലിട്ടിട്ട് ഓടിയവരുണ്ട്. എവിടം വരെ ഓടും? വേദപുസ്തകം പഠിപ്പിക്കുന്നു, നിന്റെ ഭാര്യ വിശ്വാസി അല്ലെങ്കിൽ തപസ്സിരിക്കുക, അവൾ മാനസാന്തരപ്പെടുവോളം പ്രാർത്ഥിക്കുക, തിരിച്ചും. ഇതാണ് വേദപുസ്തകം പഠിക്കുന്നത്. എങ്ങനെ ഓടും? എവിടം വരെ ഓടും? ഞാനെപ്പോഴും ഓർക്കാറുണ്ട്, മാർത്തമായിൽ ഒരു ഗോവണിയിലെ സ്വർഗം പോലെ എത്താൻ. വിശ്വാസം ശോധന ചെയ്യപ്പെടും എന്ന് ചോദിക്കുമ്പോഴല്ല, നമ്മുടെ ഭൗതിക കാര്യത്തിൽ ശോഷണം സംഭവിക്കുമ്പോൾ ദൈവത്തെ വിട്ടുപോകുക, സഭയെ വിട്ടുപോകുക. ഭക്തനല്ലാത്ത ഒരുത്തിന് ഇതെല്ലാം വടതിക്കാറ്റിൻ്റെ അനുഭവമാണ്. എന്നാൽ വിശ്വാസിക്ക് ഇതെല്ലാം ദൈവാനുഗ്രഹത്തിൻ്റെ അനുഭവമായിട്ട് മാറ്റും. ഇതാണ് ഇയ്യോബിൻ്റെ കഥ. ഇയ്യോബ് അവസാനം പറയുന്നു, ചൊറിയും ചുരങ്ങുമുള്ള ഞാൻ കർത്താവിനെ നിത്യതയിൽ ദേഹസഹിതനായി കാണും, രഹിതനായിട്ടല്ല, സഹിതനായി കാണും. ജോബ് 19:36 ശരീരത്തോടെ ഉയർക്കും. ക്രിസ്ത്യാനികളുടെ കൂട്ടത്തിൽ പലരുണ്ട് ഉയർക്കുന്നത് ശരീരമില്ലാതെ എന്ന് പറയാറുണ്ട്. തെറ്റാണ്. ദേഹസഹിതനായി ഞാൻ ദൈവത്തെ കാണും. ഇതാണ് സുഗന്ധം വീശുന്ന കാറ്റിൻ്റെ സൗരഭ്യം, കാറ്റിൻ്റെ ശബ്ദം. നിസ്സാര കാര്യം പറഞ്ഞ് ഈ സഭ വിട്ടുപോയവർ എത്ര പേരാണ്? വരിക. പള്ളിയിൽ കയറാതെ നടക്കുന്നവർ എത്ര പേർ? വരിക. ഗായസംഘത്തിൽ പാട്ട് പാടിക്കുന്നില്ലെന്ന് പറഞ്ഞ് പള്ളിയിൽ കയറാത്തൊരു പലരുണ്ട്, എനിക്കറിയാം. മടങ്ങി വരിക. ദൈവത്തിൻ്റെ ടെസ്റ്റ് ഡോസാണ് ഇയ്യോബ്. വിശ്വാസവും ദൈവഭക്തിയും തൻകാര്യ ലാഭത്തിന് ഒരുക്കുന്ന കപടവിശ്വാസികളെ എക്കാലവും തുറന്നു കാട്ടുന്ന പുസ്തകമാണ് ഇയ്യോബിൻ്റെ പുസ്തകം.
നിബിഡ വനങ്ങൾക്ക് ചുറ്റും നല്ല കട്ടിയുള്ള ഘനമുള്ള മരങ്ങളുണ്ട്. കാറ്റ് കൂടുതൽ അടിക്കുന്ന അവിടെയാണ്. കാറ്റ് മുകളിൽ അടിക്കും തോറും വേരിന് ആഴത്തിലേക്ക് വളർച്ചയുണ്ടാകും. പിന്നെ ഈ നിബിഡ വനങ്ങളെ കാത്തു സൂക്ഷിക്കുന്നെല്ലാം ഈ പുറം വശത്തുള്ള മരങ്ങളാണ്. പ്രതിരോധിപ്പാൻ, ഏത് കാറ്റിനെയും പ്രതിരോധിപ്പിക്കാൻ ഈ വൃക്ഷങ്ങൾക്ക് കഴിയുന്നു. കഠിന ശോധന വിശ്വാസത്തിൽ ഉറച്ചു നിൽപ്പാൻ വിശ്വാസിയെ സഹായിക്കും. എല്ലാ ശോധനകൾക്കും ദൈവത്തിൻ്റെ ഒരു ഉദ്ദേശമുണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ദൈവത്തോട് കുറേ കൂടി ചേർന്ന് നിൽപ്പാൻ കഴിയും. യോനായെ മനസ്സിലാക്കാൻ വേണ്ടി ദൈവം ഒരു ഉഷ്ണക്കാറ്റ് അടുപ്പിച്ചെന്ന് പറയുന്നു. ആവണക്കെ സമം 1,20,000 ചില്ലുവാനും ജനങ്ങളും മൃഗങ്ങളും എന്നുള്ള ദൈവത്തിൻ്റെ കണക്കിനെ തോൽപ്പിക്കാൻ ഒരാവണക്കിന് മുമ്പിൽ യോന കൊണ്ടുവന്ന് നിർത്തി. ഈ ആവണക്ക് നശിപ്പിക്കേണ്ടത് ദൈവത്തിൻ്റെ ആവശ്യമായിരുന്നു. ഉഷ്ണക്കാറ്റ് അടുപ്പിച്ച് ആവണക്കിനെ നശിപ്പിക്കുന്നു. അപ്പോൾ യോന കോപിക്കുന്നു. അപ്പോൾ ദൈവം തൻ്റെ ഹൃദയം തുറന്നിട്ട് പറയുന്നു, നിനവേ നഗരത്തിൽ 1,20,000 ചില്ലുവാനും മൃഗങ്ങളും ജനങ്ങളും നശിച്ചു പോകുന്നതിൽ എനിക്ക് അയ്യോ ഭാവമില്ലയോ. 14-ാം തീയതി വലിയ തിരുമേനി യോനായെക്കുറിച്ച് പറഞ്ഞപ്പോൾ തിരുമേനി കഥ പറഞ്ഞ് തീർക്കുമ്പോൾ തിരുമേനി ചോദിക്കുന്നു, തിന്മയോടുള്ള നിൻ്റെ പ്രതികരണത്തിലൂടെയാണ് നന്മയുടെ ഭാവം നിന്നിൽ കാണുന്നത്. തിന്മയോടുള്ള നിൻ്റെ പ്രതികരണത്തിലാണ് നന്മയോടുള്ള നിൻ്റെ ഭാവം കാണേണ്ടത്. ഫാദർ ഗിവർഗീസ് വള്ളിക്കാട്ടിൽ എന്ന് പറഞ്ഞ ഒരു അച്ഛനെ ഞാൻ പരിചയപ്പെട്ടു. ഓർത്തഡോക്സ് സഭയിൽപ്പെട്ട അച്ഛനാണ്. എറണാകുളത്താണ് ശുശ്രൂഷ. അമ്മ കായംകുളംകാരി, പത്തിച്ചിറ പള്ളിക്കാരി. ഒരു വൈദികൻ്റെ വീട്ടിൽ വളർന്നു. അമ്മയ്ക്ക് വലിയ താല്പര്യം മകനെ അച്ഛനാക്കണം. മകൻ അത്ര താല്പര്യമില്ലെങ്കിലും അമ്മയുടെ താല്പര്യം മനസ്സിലാക്കി അതിലേക്ക് പ്രവേശിക്കുന്നു. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പട്ടംകുടയോടടുത്തപ്പോൾ മനസ്സിലാകുന്നു അമ്മയ്ക്ക് രോഗം, ക്യാൻസർ രോഗം. അപ്പോൾ ഇത് വിട്ടുപോകാൻ ഈ കൊച്ചു യൗവനക്കാരന് താല്പര്യം, പഠിക്കണ്ട. എന്നാലും അമ്മ നിർബന്ധിച്ചു, അങ്ങനെയല്ല, പഠിക്കണം, വൈദികനാകണം, നീ ഒരു വൈദികനാകണം. പട്ടംകുട നിശ്ചയിക്കുന്നു. പട്ടംകുടയുടെ ദിവസം അമ്മ മരിക്കുന്നു. അപ്പോൾ ഈ അച്ഛന് തിരുമേനിയോട് നിർബന്ധം, എൻ്റെ അമ്മയുടെ മൃതദേഹം വെച്ചുകൊണ്ട് പട്ടംകുട നടക്കണം. വടതിക്കാറ്റിൻ്റെ അനുഭവം അത് തെന്നിക്കാറ്റായി മാറണം. എൻ്റെ അമ്മയുടെ ജീവിതാഭിലാഷം, അമ്മയുടെ മൃതദേഹത്തിന് മുമ്പ് വിളിച്ചതിനെ എനിക്ക് ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുമ്പോൾ സൗരഭ്യം പരത്താൻ വേണ്ടി ദൈവം തന്ന ഒരു കഠിന ശോധന, വിശ്വാസത്തിൽ എൻ്റെ ഉറപ്പ് കാണിക്കാൻ വേണ്ടി. യാബോക്ക് കടവിലെ മല്ല്, യാക്കോബും ദൈവവുമായുള്ള മല്ല്, ഏലിയാവിന് ചൂരച്ചെടി, പൗലോസിന് ദമസ്കോസിലെ റോഡ്, ദൈവഹിതം വൈരുദ്ധ്യങ്ങളിലൂടെ മനസ്സിലാക്കിയെടുക്കുമ്പോഴാണ് ജീവിതം അർത്ഥവത്തായിത്തീരുന്നത്. കഠിന ശോധനയുടെ മധ്യത്തിൽ നാം ജീവിക്കുമ്പോൾ വിശ്വാസത്തിൽ തളർച്ചയുണ്ടോ? ചുറ്റുപാടുമുള്ള ആളുകൾ നമ്മൾ വിശ്വാസികളാണെന്ന് പറയുമ്പോൾ നിന്റെ വിശ്വാസം എവിടെ? അവൻ്റെ വീട്ടിൽ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ നിങ്ങൾ വരിക, ഒന്ന് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ദൈവം ഇവിടെയുമുണ്ട്, നിങ്ങളുടെ ദൈവം എൻ്റെയും ദൈവം. അപ്പോഴാണ് വിശ്വാസത്തിൻ്റെ സംരക്ഷകരായിരിക്കാൻ, വിശ്വാസത്തിൻ്റെ പ്രചാരകരായിരിക്കാൻ, വിശ്വാസത്തിൻ്റെ സാക്ഷികളായിരിക്കാൻ നമുക്ക് കഴിയുന്നത്. തൻകാര്യ നേട്ടത്തിന് വേണ്ടി, സ്വകാര്യ ലാഭത്തിന് വേണ്ടി വിശ്വാസം കൊണ്ടു നടത്തിയിട്ട് എത്ര നാളായി? ചോദിക്കാതെ ഒരു ജന്മം, ചോദിക്കാതെ മാതാപിതാക്കൾ, ചോദിക്കാതെ ഒരു ജീവിക്കാനൊരു സമയം. ലോകത്തിലെല്ലാം തമ്പുരാൻ്റെ ഗിഫ്റ്റ് അല്ലാതെ എന്താ ഉള്ളത്? അത് തിരിച്ചറിയുമ്പോൾ ഏതനുഭവം വരട്ടെ ഞാൻ വിട്ടുപോകത്തില്ല, നിന്നോടുള്ള ബന്ധത്തിൽ വളരാൻ ഞാൻ സാധിക്കും എന്ന് പറയണം.